മോർണിംഗ് ഓൾ ലീഡേഴ്സ്. നമുക്കൊരു നിമിഷം ഈ ഒരു അവസരം തന്ന സർവേശ്വരനോടും ഈ പ്രകൃതി ശക്തിയോടും ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂം സ്റ്റാർട്ട് ചെയ്യാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളുടെ രാവിലത്തെ ഇന്നത്തെ സൂം നമ്മളുടെ എല്ലാ ലീഡേഴ്സുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഗോൾഡമിൽ. ഞാൻ എറണാകുളം എടപ്പള്ളി സ്വദേശിയാണ്. ഈ ബിസിനസ് നല്ല രീതിയിൽ ചെയ്ത് ടീം സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള അഭിലാഷ് സാർ, ഡാനി സാർ, മനോജ് സാർ എനിക്കും എൻ്റെ ടീമിനും വേണ്ട എല്ലാ സപ്പോർട്ടും തന്ന് നല്ല രീതിയിലുള്ള വർക്കായിട്ട് ഞങ്ങൾ ഈ ബയോട്ടേറിയം ബിസിനസ് മുന്നോട്ട് ഉള്ള ഒരു ജൈത്ര യാത്രയിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം ഞാനിന്ന് ഒരു മിനിറ്റ് സംസാരിക്കാം. ഒരു ബിസിനസ്കാരന്റെ ഓറ എന്താണെന്ന് ഇന്ന് ഈ ലീഡേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വിദ്യാഭ്യാസം ഒരു പ്രശ്നമേ അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും നമ്മൾ ഏത് പ്രൊജക്റ്റാണ്, ഏതൊരു ബിസിനസ്സാണ് ഒരു സംരംഭകൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ചെയ്യുന്ന ആ പ്രസ്ഥാനം എന്താണെന്ന് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് വളരെ അധികം അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പഠിക്കുക, നമ്മളുടെ കൂടെയുള്ളവരെ പഠിപ്പിക്കുക എന്നതാണ് അതിന് വേണ്ട കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വേണം. ആ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മളുടെ മുന്നിൽ വരുന്ന ഒരു ക്ലയന്റിനോട് ആ ഒരു ഫുൾ കോൺഫിഡൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലോസിങ് അനുകൂലമായിട്ട് വരും. ഇതിനെയാണ് ഇന്നത്തെ പുതുതലമുറ ഓറ എന്ന് പറയുന്നത്. എങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബയോട്ടേറിയം ഈ ഒരു പ്രൊജക്റ്റ് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലെ തൃപ്പൂണിത്തറ സ്വദേശിയായിട്ടുള്ള മനോജ് സാറിന് കിട്ടിയിട്ട് അദ്ദേഹം ഈ പ്രൊജക്റ്റിനെ പറ്റി പഠിക്കുകയും ആ ഒരു ഫുൾ കോൺഫിഡൻസിൽ ഓരോരുത്തരോട് സംസാരിക്കുകയും അത് അനുകൂലമായിട്ടുള്ള ക്ലോസിങ്ങിലോട്ട് വരികയും ഏറ്റവും കുറഞ്ഞ സമയമായിട്ടുള്ള ഈ ബയോട്ടേറിയം ബിസിനസ്സിൽ വളരെ കുറച്ച് ദിവസങ്ങൾ 10 മാസം ഒരു 300 ദിവസത്തിനുള്ളിൽ തന്നെ 1 CR വാങ്ങിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോ നമുക്ക് ഏതൊരു പ്രസ്ഥാനത്തിലും വേണ്ടത് നോളജ് ആണ്. പുതിയ പുതിയ അപ്ഡേഷനുകൾ നമ്മളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് അറിയുകയും അത് അതേപോലെ തന്നെ ടീമിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിലോട്ട് പകർന്നു തരുന്ന ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറാണ് ഇന്നത്തെ നമ്മുടെ എല്ലാവർക്കും വേണ്ട കോൺഫിഡൻസ് തരുന്നത്. ഞാൻ നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ അനുവാദത്തോടുകൂടി ഇന്നത്തെ സൂം നമുക്ക് എല്ലാവിധ അറിവുകളും തരുന്നതിന് വേണ്ടിയിട്ട് ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള മനോജ് സാറിനെ വെൽക്കം ചെയ്യുന്നു. പ്ലീസ് മനോജ് സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മനോജ്, പൂണത്തറയാണ് സ്വദേശം. എല്ലാവർക്കും അറിയാം. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാ സുപ്രഭാതങ്ങളിലും നമ്മുടെ ഈ പ്രവർത്തനത്തിന് ആവേശം നൽകുന്ന, എനർജി നൽകുന്ന, അറിവ് നൽകുന്ന, ബോധം നൽകുന്ന, എനിക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം പകർന്നു നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കേരള ബയോട്ടേറിയം കമ്മ്യൂണിറ്റി നടത്തുന്ന ഈ 6 AM ക്ലബ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു ദിവസം പങ്കെടുത്തില്ലെങ്കിൽ വലിയ ഒരു നഷ്ടബോധം തോന്നുന്ന, സത്യസന്ധതയുള്ള, ആത്മാർത്ഥതയുള്ള ഒത്തിരി പ്രവർത്തകര് നമ്മുടെ ബയോട്ടേറിയത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതിൽ എനിക്ക് അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അവരോട് ബഹുമാനവും ആദരവും സ്നേഹവും. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ബയോട്ടേറിയം മാറിയിരിക്കുന്നു. പലർക്കും അറിഞ്ഞോ അറിയാതെയോ അങ്ങനെയായി മാറിപ്പോയി. അത്
കാരണം നമ്മൾ ബയോട്ടോറിയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ള നിലയിൽ കേട്ടപ്പോ പലരും ആദ്യം തന്നെ ഇതിനെ വലിയ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടല്ല ഇതിനെ എടുത്തിരുന്നത് ബയോട്ടോറിയത്തെ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഒരു വെൽനസ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. വെൽനസ് എന്ന് പറയുമ്പോൾ ഇൽനെസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അല്ലെ? രോഗം വന്നിട്ട് ചികിത്സിക്കുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു മാനസിക അവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ നിലവിലുള്ളത്. രോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം, ചികിത്സിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിവിധികളാണ് നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് വരുമ്പോൾ ആളുകളോട് പറയുമ്പോൾ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാനിപ്പോ ഹെൽത്തിയാണ്, അല്ലെ, എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് നമ്മുടെ സമൂഹം ഈ വെൽനസിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളാണ് തുടക്കത്തിൽ വന്നത്. അതൊന്നും അകത്തൊന്നും കഴിക്കേണ്ട, ശരീരത്തിന്റെ പുറത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ റിസ്റ്റ് ബാൻഡ് വാച്ച് കെട്ടുമ്പോൾ ഒന്ന് കിട്ടിയാൽ മതി. പിന്നെ നല്ലൊരു കുപ്പിയിൽ വെള്ളം ഒഴിച്ചിരുതാ, ഇങ്ങനെ ഇത് കയ്യിൽ എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും, അതുകൊണ്ട് എപ്പോഴും എടുത്ത് കാണിക്കാൻ പറ്റും. ഈ വെള്ളം ഇങ്ങനെ കുടിച്ചാൽ മതി, മാട്രസ് പാഡിൽ കിടന്നാൽ മതി, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ആളുകൾക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ രോഗം മാറണമെങ്കിൽ ഡോക്ടറെ അടുത്ത് പോയാലും, അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറെ അടുത്ത് പോയാലും, ഹോമിയോ ഡോക്ടറെ അടുത്ത് പോയാലും, അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയാലും ഒക്കെ നമുക്ക് അകത്തേക്ക് കഴിക്കാനുള്ള മരുന്നുകളാണ് തന്നുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ ശീലിച്ചിരുന്നത്. അപ്പൊ അത് കഴിക്കാതെ എങ്ങനെ അസുഖം മാറും എന്നാണ് പറയുന്നത്. ഇത് കൈ കെട്ടി നടന്നതുകൊണ്ടോ, വെള്ളം കുടിച്ചത് കൊണ്ടോ, കിടന്നുറങ്ങിയത് കൊണ്ടോ അസുഖം മാറ്റാം എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ മാറും എന്ന് പറഞ്ഞപ്പോ, അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കും, അല്ലെ, നമ്മൾ പറയുന്നതാണ്. സുഖം മാറുന്നല്ല പറയുന്നത്, വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയാണ്. അതായത് ബ്ലഡ് സർക്കുലേഷനെ ഇത് പ്രോപ്പർ ആക്കും. ഇപ്പൊ ശരീരത്തിൽ ഓക്സിജന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യും. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇന്ന് റേഡിയേഷൻ ആണ്. റേഡിയേഷൻ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല. കഴിക്കുന്ന ഭക്ഷണത്തെ നമുക്ക് ക്രമപ്പെടുത്താൻ വേണ്ടി സാധിക്കും, അല്ലെ? കെമിക്കൽസും പെസ്റ്റിസൈഡ്സും അടങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പരമാവധി നമ്മൾ വീടുകളിൽ കൃഷി ചെയ്യുന്നത്, അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള കൃഷി സമ്പ്രദായത്തിലുള്ള ജൈവ കൃഷിയിലൂടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ പൊല്യൂഷൻ നമുക്ക് കുറച്ചൊക്കെ മാറി നിൽക്കാൻ വേണ്ടി സാധിക്കും, പക്ഷെ പൂർണ്ണമായിട്ടും മാറി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അന്തരീക്ഷം മലിനമാകുന്നതിനനുസരിച്ച് നമ്മളത് ശ്വസിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. അതിന്റെ കൊടക്കീഴിലാണ് നമ്മൾ ഓരോരുത്തരുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം പ്രൊട്ടക്ഷൻ കിട്ടുമെന്നുള്ളതാണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകുകയും ഓക്സിജന്റെ അളവ് ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ റേഡിയേഷന് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ. തുടക്കത്തിൽ പലർക്കും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ ശീലിച്ച രീതി അകത്തേക്ക് കഴിക്കുന്ന ഒരു രീതിയായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആളുകൾ ഏറ്റെടുക്കാൻ വളരെ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ മേന്മ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഡെമോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ മാഗ്നറ്റിക് പവർ ഒരു ഹ്യൂമൻ ബോഡിയിൽ എത്ര പെട്ടെന്ന് എഫക്റ്റീവ് ആകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ഡെമോ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ നിന്നും ബയോട്ടോറിയത്തെ ശ്രേഷ്ഠമാക്കുന്നത്, അല്ലെ, അതിനെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതാണ്. അത് പഠിഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോഴാണ് എന്നാലും ചില ആളുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഡെമോ കാണിച്ചു കൊടുത്താലും ചില ആൾ വിശ്വസിക്കില്ല. ഇത് നിങ്ങൾ എനർജി ശരിക്കും ഉപയോഗിച്ചില്ല, ആദ്യം ശരിക്കും ബലം പൊക്കിയതാണ്, രണ്ടാമത് നിങ്ങൾ ബലം കൊടുത്തില്ല, അല്ലെ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ടായി. എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, പിന്നീട് ആളുകൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, ഇല്ലേ, ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ശാസ്ത്രലോകം വിധി എഴുതിയ നിരവധി ആളുകൾക്ക് പുതുജീവൻ നൽകാൻ വേണ്ടിയിട്ട്, അവർക്കൊരു ജീവൻ നൽകിയിട്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയിട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഉൽപ്പന്നങ്ങളിലൂടെ സാധിച്ചപ്പോ ജനഹൃദയങ്ങളിൽ നെഞ്ചിലേറ്റിയ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഇന്ന് ഈ ബയോട്ടോറിയം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ 30 വർഷം 40 വർഷം ഉണ്ടായ കമ്പനികളിൽ നിന്നും വിഭിന്നമായിട്ട് കേവലം 5-5.5 വർഷം ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിച്ചപ്പോ 13ാം സ്ഥാനം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോട്ടോറിയത്തിന് സാധിച്ചു എന്നുള്ളത് ഈ പ്രൊഡക്റ്റിന്റെ മഹിമയോടൊപ്പം തന്നെ ഇതിനകത്തുള്ള ഇൻകം പ്ലാൻ ഉണ്ട്, അല്ലെ. ഇവിടെ നമ്മൾ പറയുന്നതാണ് ഹെൽത്തിനോടൊപ്പം വെൽത്തും മസ്റ്റ് ആണ്. അപ്പൊ ഹെൽത്തും വെൽത്തും ഹാപ്പിനെസ്സും ഇത് രണ്ടും ഉണ്ടായാൽ നമുക്ക് എന്തുണ്ടാവും? ഹാപ്പിനെസ് ഉണ്ടാവും.
അപ്പൊ ഇത് എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ ഒരു കുടുംബത്തിലേക്ക് നൽകാൻ വേണ്ടി സാധിക്കുന്ന വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊറോണ വന്നപ്പോ എല്ലാ സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയപ്പോ ബയട്ടോറിയം ഓപ്പൺ ചെയ്തുകൊണ്ട് ഇല്ലേ, അവിടെയാണ് ബയട്ടോറിയം ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ബയട്ടോറിയം ഓപ്പൺ ചെയ്തുകൊണ്ട് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജനഹൃദയങ്ങൾ ഇന്ത്യയിൽ ആകമാനം ഇന്ന് ഏകദേശം 40-45 ലക്ഷത്തോളം കുടുംബങ്ങളിൽ ബയട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റുകളുടെ തേരോട്ടമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. ആർക്കും ഇതിനെ തകർക്കാൻ വേണ്ടി സാധിക്കില്ല, തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു പ്രൂവൺ സയൻസ് ആണ്, ഇതൊരു പ്രകൃതിയുടെ ശാസ്ത്രമാണ്, ഇതൊരു ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ നിന്ന് അങ്ങോട്ട് കമ്പനിയുടെ വളർച്ച അങ്ങോട്ട് തുടങ്ങി. അപ്പൊ ഈ പ്രൊഡക്റ്റ് ജനങ്ങൾ ഏറ്റെടുത്തപ്പോ ആ റിസൾട്ടുകളാണ് ആളിലേക്ക് ആവേശത്തോടെ നമ്മൾ പകർന്നു കൊടുത്തപ്പോ അതിന്റെ ഇൻകം പ്ലാനും കൂടെ ആവശ്യക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യുന്നു, ആ കസ്റ്റമറോട് ഇതിന്റെ മറ്റൊരു സൈഡ് അല്ലെ, ഒരു നാണയത്തിന്റെ 2 വശം എന്നുള്ളത് പോലെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഹ്യൂജ് ഇൻകം ലീഗലായിട്ട് അല്ലെ, നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അംഗീകരിച്ചിരിക്കുന്ന ഒരു ലീഗലായിട്ടുള്ള ഒരു ഇൻകം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസരം കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് നിരവധി ആളുകളെ ഏറ്റെടുത്തപ്പോ ഇല്ലേ, നമുക്കറിയാം ഇന്ന് അശോക സ്തംഭ അവാർഡ് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് അശോക സ്തംഭ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്കാണ്. സ്ട്രാറ്റജി ബിൽഡ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അവസരങ്ങൾ എത്തിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുമാനം നേടിക്കൊടുത്ത ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ നമ്മുടെ പ്ലാനിന് തന്നെ അവാർഡ് കിട്ടിയ നമ്പർ 1 കമ്പനിയായിട്ട് കുതിച്ചു വരാൻ വേണ്ടി സാധിച്ചു. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, 300-ൽ പരം കോടീശ്വരന്മാരെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ പല ഗ്രാമാന്തരങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബയട്ടോറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ് ബയട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയും. ഇപ്പം പ്രൊഡക്റ്റ് ഒരു ഭാഗത്ത്, പിന്നീട് നമ്മൾ വെൽനസ് പ്രൊഡക്റ്റിലേക്ക് പല പ്രൊഡക്റ്റുകളും നമ്മൾ വന്നു. നമുക്കറിയാം അൾട്രാബറി ജ്യൂസ്, നമ്മുടെ സെല്ലുകൾക്ക് വേണ്ടുന്ന എനർജി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വേണ്ടത്ര കിട്ടുന്നില്ലെന്ന് നമുക്കറിയാം. അപ്പൊ അതിന് വേണ്ടുന്ന പ്രൊഡക്ട്സുകൾ ഇല്ലേ, ഭയങ്കര തരംഗം സൃഷ്ടിച്ചുകൊണ്ട് അൾട്രാബറി ജ്യൂസ് എന്തെല്ലാം റിസൾട്ടുകളാണ് അതിന് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന അല്ലെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ, അതായത് പ്രകൃതിജന്യമായ വസ്തുക്കളിൽ നിന്നും അവരുടെ അതിന്റെ ഇത് മാത്രം എടുത്തുകൊണ്ട് രൂപീകരിച്ചെടുക്കുന്ന ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ, കെമിക്കൽസ് ഒന്നുമില്ലാത്ത ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആയ നമ്മുടെ മോർ പവർ പോലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കമ്പനി. അടുത്ത ഒരു സ്റ്റെപ്പിൽ വരുന്ന ഉൽപ്പന്നമാണ് ഞാൻ ഇത് ഇവിടെ ജസ്റ്റ് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും നോക്കുക, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാണുന്നുണ്ടോ? അടുത്ത ദിവസം ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ ആണ്. അടുത്ത ദിവസം തന്നെ നമുക്ക് സൈറ്റിലെല്ലാം കിട്ടും പ്രോട്ടീൻ പൗഡർ. ഈ പ്രോട്ടീൻ പൗഡർ ആർക്ക് കഴിക്കാം? പ്രോട്ടീൻ ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും കഴിക്കാം അല്ലെ. ദിവസവും നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ കുറച്ച് എനർജി വേണം, മനസ്സിലായ? അപ്പൊ അത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റും. കാണാത്തവർക്ക് ഒന്നും കൂടെ കാണിച്ചേക്കാം. ഈ ബയോ ന്യൂട്രി മാക്സ് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ബയോ ന്യൂട്രി മാക്സ്. ഇത് കൊച്ചു കുട്ടികൾക്ക് മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ നമുക്ക് ഡെയിലി കഴിക്കാം. ഒന്നിക്കൽ ഇളം ചൂടുവെള്ളത്തിൽ അത് മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഇളം ചൂട് പാലിൽ നമുക്കത് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് എല്ലാ വീടുകളിലേക്കും വളരെ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നല്ല ഒരു എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. അതേപോലെ തന്നെ നമ്മുടെ സീബക്ത്രോണിന്റെ സാമ്പിൾ എനിക്ക് സാറ് തന്നിട്ടുണ്ട്. സീബക്ത്രോണിന്റെ ഒരു പൾപ്പ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ടാബ്ലറ്റ് ടൈപ്പ് സാധനം, മിഠായി സൈസ് ആണ്. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? മിഠായി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിലിട്ട് ചവച്ചരക്കാൻ പറ്റും. സീബക്ത്രോണിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അത് ക്യാൻസർ പ്രൊട്ടക്ഷൻ ആണ് സീബക്ത്രോൺ. അതുപോലെ തന്നെ നമ്മുടെ എനർജി ബൂസ്റ്റർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നല്ല ഈ നേപ്പാളികളെ പോലെ നല്ല വെളുത്ത് തുടിച്ച്, മനസ്സിലായി, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ ശരീരപ്രകൃതിയെ മാറ്റാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇത് നമ്മുടെ ഉറക്കം കുറഞ്ഞ ആളുകൾക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പം കുറഞ്ഞ ആൾ നമ്മളെ മാട്രസ് പാഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. അത് കൂടാതെ രാത്രി വേണമെങ്കിൽ നമ്മൾക്ക് ഇതിനകത്ത് ഒരു മിഠായിയുടെ രൂപത്തിലാണ് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ഒരെണ്ണം എടുത്ത് കഴിച്ചാൽ മതി, മനസ്സിലായ? നല്ല ഉറക്കം കിട്ടുന്ന രീതിയിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ്. ഒരു ടാബ്ലറ്റ് കഴിക്കും പോലെ നല്ല ചവച്ചരച്ച് കഴിക്കുക, നല്ല മധുരമുള്ള മിഠായി മോഡലുള്ള ഒരു ചോക്ലേറ്റ് മോഡലുള്ള സംഭവമാണിത്. ഇങ്ങനെയുള്ള കുറെ പ്രൊഡക്ട്സുകൾ, അതുപോലെ തന്നെ കുർക്കുമിന്റെ വരുന്നു. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ അടുത്ത ദിവസം തന്നെ നമ്മുടെ റീപർച്ചേസിലും ഫസ്റ്റ് പർച്ചേസിലും ഒക്കെ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. നിരവധി ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. കുർക്കുമിൻ ഉൾപ്പെടെയുള്ള പ്രൊഡക്ട്സുകൾ വരാൻ വേണ്ടി പോവാണ്.
അപ്പൊ ഒരു പ്രൊഡക്റ്റിന്റെ വലിയ ശൃംഖല തന്നെ നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടി പോവാണെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം വരുമ്പോഴേക്കും നമുക്കറിയാം നമ്മളെ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് വരുമ്പോൾ പല രീതിയിലുള്ള ആളുകൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ടീമിലൂടെ പർച്ചേസ് ചെയ്യുന്നതാണ്. അപ്പം പർച്ചേസ് വോളിയമാണ് നമുക്കിവിടെ ഇൻകം ആയിട്ട് മാറുന്നത്. അല്ലാണ്ട് ഇവിടെ തലയെണ്ണി കാശ് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ബയോട്ടോറിയം എന്ന് പറയുന്നത്. ടോട്ടൽ നടക്കുന്ന സെയിൽസിന്റെ പെർസെന്റേജ് വോളിയത്തിനനുസരിച്ചുള്ള ഒരു ഇൻകം ആണ് നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജനുവരി 2-ാം തീയതി പ്രിയങ്കരനായ ഡോക്ടർ സാഗർ ജോഷി സാറിന്റെ ജന്മദിനത്തിൽ ഇല്ലേ നമുക്ക് വലിയ സമ്മാനം അദ്ദേഹം സമ്മാനിച്ചു എന്നുള്ളതാണ്. ബിഗ് കൺഗ്രാജുലേഷൻ സാഗർ സാർ. എത്ര അഭിനന്ദിച്ചാലും അത് ഞങ്ങൾക്ക് മതിയാവില്ല എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഓഫീസിൽ പോയിരുന്നു. ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തിലുള്ള ബ്ലാക്ക് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയിൽ 1 കോടി രൂപ അച്ചീവ് ചെയ്യണം. അതാണ് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക്. എല്ലാ ഐഡിയിലും കൂടെ അല്ല, ഒരു സിംഗിൾ ഐഡിയിൽ 1 CR അച്ചീവ് ചെയ്യണം. അതൊക്കെ ഇനി സിമ്പിൾ ആയിട്ട് സാധിക്കും കേട്ടോ. ഞാൻ അതിലേക്കാ വരുന്നത്. ഇതൊന്നും ഒരു ബാലികേറ മലയല്ല കേട്ടില്ലേ. ഇതെല്ലാം വലിയ പ്രതിസന്ധിയും ഇതൊക്കെ ആയിട്ട് നിങ്ങൾ കാണണ്ട. പ്രതിസന്ധികളെല്ലാം അല്ലെ അതിജീവിക്കാൻ നല്ല മൂർച്ചയുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി എന്റെ പൊന്നു സുഹൃത്തുക്കളെ. മൂർച്ചയുള്ള ആവേശമുള്ള വിജയിക്കാൻ സാധിക്കുമെന്നുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളെയും നമുക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കും. അത്രയും പവർഫുൾ ആണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സിമ്പിൾ ആണ്. 1 കോടി എന്ന് പറയുമ്പോൾ ഇപ്പൊ ആളുകൾ പലർക്കും ബാലികാമലയായിട്ടാണ് പലരും കാണുന്നത്. സാറേ 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, ഇതുവരെ ആയില്ല എന്നുള്ള ഒരു പരിവേദന നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇപ്പൊ നമ്മൾ ഒന്നും കൂടെ ഹൈവേ വലുതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ബയോട്ടോറിയത്തിന്റെ ഹൈവേ ഒന്നും കൂടെ വികസിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ട്രാഫിക് ജാം ഇല്ലാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ പ്ലാൻ ഈ ജനുവരി 2 ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ ആകമാനം വലിയ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും നമ്മളെ ലീഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം VIP എന്ന് പറയുന്ന വാല്യൂ ആഡഡ് പാക്കേജസ് ഇല്ലേ. വാല്യൂ ആഡഡ് പാക്കേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ എത്രയോ ഇരട്ടി മൂല്യമുള്ള VIP വാല്യൂ ആഡഡ് പാക്കേജസിലൂടെ ബൂസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഇല്ലേ ഒരു കമ്പനിക്കും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ന് വേൾഡിലുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും. ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം അല്ലെ. ഒരു കമ്പനിക്കും സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കില്ല. അത് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളാണ് ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. നമ്മൾ തന്നെ തുണി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഈ ബയോട്ടോറിയത്തിന്റെ പേര് പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് അതിനകത്തേക്ക് ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഓഫീസിൽ വന്ന ആളുകൾക്ക് അറിയാം. ആഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് അത് വേണ്ടുന്ന വലിപ്പത്തിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഓഫീസിൽ നിന്ന് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത്രയും ഹ്യൂജ് ഇൻകം നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അതാണ് പലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ബയോട്ടോറിയത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും കൈ നിറയെ കാശ് പോകാൻ വേണ്ടി സാധിക്കുന്ന ഒരു അവസരമുണ്ട്. ലീഡേഴ്സ് ഒന്നും കൂടി ജാഗ്രതയോടുകൂടി ഇറങ്ങി പുറപ്പെട്ടാൽ കൂടെ വരുന്ന ആളുകൾക്ക് വലിയ ഇൻകം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് എപ്പോഴും ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത് കൂടെ വരുന്ന ആളുകൾക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ്. കൂടെ വന്ന ആളുകൾക്ക് വരുമാനം കിട്ടുമ്പോഴാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പോ കൂടെ വന്ന ആളുകൾക്ക് പഴയ പോലെയല്ല. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഈ ബയോട്ടോറിയത്തിൽ എൻ്റർ ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട് സെല്ലിംഗിൽ ഏത് കമ്പനി ആയാലും നമ്മൾ ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ. ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 100 PVയും 50 PVയും അല്ലെ. നമുക്കറിയാം നമ്മളെ ബയോട്ടോറിയത്തിന്റെ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ബൈനറി പ്ലാൻ ആണ്. ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുമ്പോൾ ഒരു ബൈനറിയിൽ കൂടെ തന്നെ നിരവധി ഇൻകങ്ങൾ തരുന്ന ഒരു പ്ലാനാണ് ഹൈബ്രിഡ് ബൈനറി എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് കരോർപതികളെ സൃഷ്ടിച്ച കോടീശ്വരന്മാരെ സൃഷ്ടിച്ച പ്ലാനാണ് ബൈനറി പ്ലാൻ എന്ന് പറയുന്നത്. അത് പ്രൂവൺ ആണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ ഹൈബ്രിഡ് ബൈനറിയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബൈനറിയിൽ തന്നെ നിരവധി ഇൻകങ്ങൾ കൊടുക്കുന്ന ഒരു പ്ലാനാണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഹൈബ്രിഡ് ബൈനറി പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബയോട്ടോറിയത്തിൽ ഒരു കസ്റ്റമർ വന്നു ഒരു പ്രൊഡക്റ്റ് വാങ്ങി അദ്ദേഹത്തിന് ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറെ ഡ്യൂട്ടീസ് ഉണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും സമയമില്ലാതെ കൊണ്ട് പോകുന്നില്ല. അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൃത്യമായിട്ട് ആ ഡ്യൂട്ടീസ് അതിന്റെ അപ്ലൈൻ അല്ലെങ്കിൽ അതിന്റെ അപ്ലൈൻ ലീഡേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു കസ്റ്റമറെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആദ്യം പലരും കസ്റ്റമർ ആയിട്ട് വരുന്നവരുണ്ടാവും, ചില ആൾ ഓപ്പർച്യൂണിറ്റിക്ക് വരുന്നവരുണ്ടാവും. ഓപ്പർച്യൂണിറ്റി ആരൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടോ അവർക്ക് മാത്രമേ ഇതിനകത്ത് ഫാസ്റ്റ് ആയിട്ട് ഇൻകം അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. എല്ലാവരും അവസരങ്ങൾ തേടുന്നവരാണ് ഇവിടെ. നമുക്കറിയാം ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ആരോഗ്യവും മറ്റൊന്ന് സമ്പത്തും.
ആരോഗ്യവും സമ്പത്തും വളരെ പ്രധാനമായിട്ടും ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രതിസന്ധികൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കസ്റ്റമറെ നല്ലൊരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റി ഞങ്ങളുടെ കൂടെ നിന്നാൽ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കുഴിച്ചു മൂടാനുള്ളതല്ല, അത് നേടിയെടുത്ത് വിജയിച്ച് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ഇല്ലേ ജീവിച്ച് ഒരു ആനന്ദ നൃത്തമാടിക്കൊണ്ട് ഇല്ലേ ജീവിതം എന്ന് പറഞ്ഞ ഒറ്റ തവണയുള്ളൂ. അതൊരു മഹോത്സവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ബയോട്ടോറിയത്തിലൂടെ ഒരുമിച്ച് ഒന്നായി പോരാടിയാൽ നേടാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തൊക്കെയാണ് ഒരാൾ കസ്റ്റമറോട് പുതുതായിട്ട് സംസാരിക്കേണ്ടതിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പ് ക്ലാസ്സുകളുണ്ട് നമുക്ക്. ആ ക്ലാസ്സുകളിലേക്ക് അവരെത്തിക്കണം. അതെല്ലാം ടീം ബേസ് ചെയ്തിട്ട് നടത്തണം. വർക്ക്ഷോപ്പ് ക്ലാസ്സുകൾ എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം, ഒരാളോട് എന്ത് പറയാൻ വേണ്ടി പാടില്ല, എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന് കൃത്യമായിട്ട് അവരെ വീടുകളിൽ ഇരുത്തിയിട്ട് പഠിപ്പിക്കണം. ഓരോ ടീം ലീഡേഴ്സും അവരവരുടേതായ വർക്ക്ഷോപ്പുകൾ നടത്തണം. ഇതെല്ലാം ഉത്തരവാദിത്തം എടുക്കേണ്ടത് നിങ്ങളാണ്. ഈ സൂമിൽ കയറിയിരിക്കുന്ന ഓരോരുത്തരും ലീഡേഴ്സാണ്, അല്ലാണ്ട് ഇത് പുറത്തുള്ള ആരും ഇല്ലല്ലോ ഇതിനകത്ത്, അല്ലെ? ഇത് BOP അല്ലല്ലോ. അപ്പം നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഓരോ പുതിയ കസ്റ്റമറോട് ഇത് എങ്ങനെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയണം, എന്ത് പറയാൻ പാടില്ല, എങ്ങനെ പറയണം എന്ന് കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ പ്ലാനിനെ കുറിച്ച് കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. എന്നിട്ട് അവരെ കൊണ്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ അവരുടെ ലിസ്റ്റ് എഴുതിക്കണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ചെന്നിരുന്ന് ആ കുടുംബത്തിൽ ഭാര്യയും മക്കളും കുട്ടികളുണ്ടെങ്കിൽ അവരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കണം. നിന്റെ അച്ഛൻ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഇതിന്റെ സാധ്യത, ഇത് ലീഗൽ ഇൻഡസ്ട്രി ആണോ, ഇത് പ്രൂവൺ ഇൻഡസ്ട്രി ആണോ, ഇത് സത്യസന്ധമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, എന്തെങ്കിലും നാളെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമോ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, മുതലായ കാര്യങ്ങളെ കുറിച്ച് ആ വീട്ടുകാരെ മുഴുവൻ നിങ്ങൾക്ക് ഇരുന്ന് അവിടെ ഇരുത്തി നിങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയ ഒരു ജീവനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ഒരു കുടുംബത്തെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇത് കുടുംബത്തിന്റെ ബിസിനസ്സാണ്, ഇത് ഫാമിലി ബിസിനസ് ആണ്. ഫാമിലി ബിസിനസ് ആയിട്ട് ആരൊക്കെ ഏറ്റെടുത്ത് പോകുന്നുണ്ടോ അവർക്കൊക്കെ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് ഇതിലൂടെ എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്കോ ഡയറിയോ എടുത്തുകൊണ്ട് അവരുടെ ലിസ്റ്റ് തയ്യാറാക്കണം. അവിടുന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആളുകളെ, ബന്ധത്തിലുള്ള ആളുകളെ, പരിചയത്തിലുള്ള ആളുകളെ, ഒന്നിച്ചു പഠിച്ച ആളുകളെ, ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകളെ, സൗഹൃദ വലയങ്ങളുടെ ലിസ്റ്റ് 25, 30, 40, 50 പേരുടെ ലിസ്റ്റ് എഴുതിച്ചുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയും ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരുടെ ഡേറ്റ് എടുത്തുകൊണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് കൃത്യമായിട്ട് പ്ലാനും ഡെമോവും കാണിച്ച് ഇത് കിട്ടിയ റിസൾട്ടുകൾ കാണിച്ചു കൊടുത്ത് അതോടൊപ്പം ഇതിലൂടെ വരുമാനം നേടിയവരുടെ ആളുകളെ നിങ്ങളുടെ ആ പ്രദേശത്തുള്ള ലീഡേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരു സംശയവും വേണ്ട, ഒറ്റ സംസാരത്തിൽ ഫസ്റ്റ് നമ്മുടെ മീറ്റിംഗിൽ തന്നെ ആ ബിസിനസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവരെ നമുക്ക് എൻട്രി ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകണം. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയാൽ വലിയ മാറ്റം നമ്മുടെ ഗ്രോത്തിലുണ്ടാവും, നിങ്ങളുടെ ഇൻകത്തിലും മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പൊ എല്ലാവരും ഫാമിലി ബിസിനസ്, പിന്നെ ഹോം മീറ്റിങ്ങുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഹോം മീറ്റിങ്ങുകൾ കൃത്യമായിട്ട് അവിടെ നടത്തണം. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള ഒരു ടൂള് നമ്മൾ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം. ഒറ്റക്കൊരിക്കലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ, നിങ്ങളെ പുതുതായിട്ട് വന്നൊരു കസ്റ്റമർ ഒറ്റക്കൊരിക്കലും ഫീൽഡിലേക്ക് ഇറക്കാൻ വേണ്ടി പാടില്ല. ഞാൻ വന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കും, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോയാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇത് കേട്ട ഉടനെ കേൾക്കാതെ വാദി കേട്ട വാദി എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് എല്ലാ സുഹൃത്തുക്കളോടും പറഞ്ഞാൽ ഇതൊന്നും നടക്കില്ല, പോയതിന്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് അവിടെ ബിസിനസ് ഉണ്ടാവില്ല. അവിടെ അതോട് കൂടിയിട്ട് ആ കസ്റ്റമർ അവിടെ തീരുകയാണ് ഉണ്ടാവുക. മനസ്സിലായ? നീ അവിടെ പോയിക്കോ, ഞാൻ ഇവിടുന്ന് ഫോണിൽ പറയാന്ന് പറയുന്ന ചില ലീഡർമാരുണ്ട്, മനസ്സിലായില്ലേ? അവിടെ പോയിക്കോ, എന്നിട്ട് അവരോട് സംസാരിക്കുക, എന്നൊന്ന് ഫോൺ വിളിച്ചാൽ മതി എന്ന് പറയുന്ന ലീഡർമാരുണ്ട്. അവർക്കൊന്നും തന്നെ ടീം വളർത്താൻ വേണ്ടി സാധിക്കില്ല. വിയർപ്പൊഴുക്കണം, പണം ഒഴുകി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ വിയർപ്പൊഴുക്കാൻ തയ്യാറാകണം. അത് പ്രകൃതി ശാസ്ത്രമാണ്, അത് സയൻസ് ആണ്, മനസ്സിലായില്ലേ? ആരുടെ വിയർപ്പ് തുള്ളികൾ ഒഴുകിയിട്ടുണ്ടോ അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ പണം വന്ന ചരിത്രമുള്ളൂ. പണം, മണി എന്ന് പറയുന്നത് എനർജി പ്ലസ് ടൈം ആണ്, മനസ്സിലായ? എനർജി, നിങ്ങൾ നിങ്ങളുടെ എനർജി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം വരുള്ളൂ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് കൃത്യമായ സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. എപ്പോഴും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. എനർജി പ്ലസ് ടൈം, സമയം വളത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയ വസ്തുവാണ് സമയം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മുടെ 18-ാമത്തെ വയസ്സിലേക്കോ 17-ാമത്തെ വയസ്സിലേക്കോ 30-ാമത്തെ വയസ്സിലേക്കോ ഇനി നമുക്ക് ഒരാൾക്കും തിരിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല. കോടികൾ നഷ്ടപ്പെടുത്താലും കോടികൾ ഉണ്ടാക്കാനുള്ള അവസരം കൂടിയുണ്ട്. പക്ഷെ സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ പോയാൽ 75 വയസ്സായാലും എനിക്ക് വീണ്ടും 30 വയസ്സാകണം എന്ന് വെച്ചാൽ നടക്കില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് സമയം വളരെ പ്രധാനപ്പെട്ടാണ്, പ്രീഷ്യസ് ആണ്. അത്
എല്ലാവർക്കും ദൈവം തമ്പുരാൻ ഒരേപോലെ നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അമേരിക്കൻ പ്രസിഡന്റിനും അല്ലെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും 24 മണിക്കൂർ നൽകിയിട്ടുണ്ട്. അത് ആരാണ് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നുള്ളൂ അവരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മാറുന്നത്, അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നത്. സമയം വെറുതെ മറ്റുള്ളവരെ കുറ്റം പറയാനും വീട്ടിനടുത്തുള്ള കലിങ്കിലിന്റെ മുകളിൽ പോയി ഇരിക്കാനും അടുത്ത പലചരക്ക് കടയിലും പെട്ടിക്കടയിലും ചായക്കടയിലും ബെഞ്ചിന്റെ മുകളിൽ ഇരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജീവിതം മനസ്സിലായ തീർക്കാനുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കില്ല, നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടി സാധിക്കില്ല. സക്സസ് ആയവരുടെ എല്ലാം ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും അവരെല്ലാം ത്യാഗം ചെയ്തവരാണ്, ബുദ്ധിമുട്ടിയവരാണ്, കഷ്ടപ്പെട്ട ആളുകളാണ്. എന്റെ ഇടയിൽ ഒരു കാര്യം പറഞ്ഞ് നമ്മളൊക്കെ സബ്ജക്റ്റിലേക്ക് വരാം. നമ്മുടെ അമിതാഭ് ബച്ചൻ ഇല്ലേ, അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആണ് ഇല്ലേ. അറിയാത്ത ആരുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അമിതാഭ് ബച്ചന്റെ ശബ്ദം അനുകരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് ഇല്ലേ അമിതാഭ് ബച്ചനെ എന്താ പറയാ മനസ്സിലാക്കിയിരുന്നത് എന്നുള്ളതാണ് ഇല്ലേ. ഇന്ത്യൻ സിനിമയിലെ അല്ലെ അത്ഭുത പ്രതിഭാസമാണ് അമിതാഭ് ബച്ചൻ എന്ന് പറയുന്നത്. ഇന്നും അതെ, അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അദ്ദേഹം പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. അറിയാം, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലേ? അദ്ദേഹവും പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. ഏകദേശം എന്റെ ഓർമ്മ 98 കോടി രൂപയോളം കടം വന്ന് തകർന്ന് തരിപ്പണമായി അല്ലെ. അദ്ദേഹത്തിന്റെ തന്നെ ഭാഷ്യങ്ങളുണ്ട്. വീടുകളിലേക്ക് രാവിലെ ആളുകൾ കടക്കാര് കയറി വരുന്ന ഒരു അവസ്ഥാവിശേഷം അമിതാഭ് ബച്ചൻ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു സുഹൃത്ത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിന്റെ മകനെ പഠിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് അയച്ചു. ഫീസ് അടക്കാൻ കാശില്ലാതെ അവിടുന്ന് ആ കുട്ടിയെ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു അമിതാഭ് ബച്ചൻ. ഇതെല്ലാം ചരിത്രം നമ്മളെ പഠിപ്പിച്ച വസ്തുതകളാണ്. 98 കോടി രൂപയായിരുന്നു കടം, 98 കോടി രൂപ. അപ്പൊ അതിനുശേഷം വന്ന ഫിലിമുകളെല്ലാം പൊട്ടാൻ തുടങ്ങി, മൊത്തം പൊട്ടിപ്പോയി. മനസ്സിലായ? അവിടുന്ന് എല്ലാം തകർന്നപ്പോൾ അദ്ദേഹം കോൻ ബനേഗ കരോർപതി എന്ന് പറയുന്ന ഒരു ചാനലിലൂടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. പലർക്കും ഓർമ്മയുണ്ടാവും കോൻ ബനേഗ കരോർപതി. മനസ്സിലായില്ലേ? അതിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു. ആലോചിച്ച് നോക്കണം. അപ്പോ ഇല്ലേ, ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എന്ന് പറയുന്നത് പോലെ, രാത്രി എന്ന് പറയുന്നത് പോലെ എപ്പോഴും ജീവിതത്തിൽ പകല് മാത്രം ഉണ്ടാവില്ല, രാത്രി ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. ആ പ്രതിസന്ധികളെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നമ്മൾ. അദ്ദേഹത്തിന് പ്രതിസന്ധികൾ വരാം, പിന്നെയാണോ നമുക്ക് ബയോട്ടോറിയംകാർക്ക്? ഇപ്പം ബയോട്ടോറിയം തുടങ്ങി ആവേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും. എപ്പോഴും രാത്രി ഉണ്ടാകാറില്ല. രാത്രിക്ക് ഒരു സമയമുണ്ട്. രാത്രി കഴിഞ്ഞാൽ നേരം വെളുത്തേ പറ്റുള്ളൂ അല്ലേ? നേരം വെളുക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ബിസിനസ്സിലും ഉണ്ടാകുന്ന പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സത്യസന്ധമായ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് മറികടന്ന് മുന്നോട്ട് നീങ്ങാൻ വേണ്ടി സാധിക്കും. എനിക്കറിയാം, ഇന്നലെയൊക്കെ പലർക്കും വരുമാനം കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ഇന്നലെ ഇവിടെ ഇരിക്കുന്ന മുല്ലക്കോയ തങ്ങൾ എന്റെ മുൻപിലുണ്ട്. അദ്ദേഹത്തിന് ഇന്നലെ കിട്ടി. ഞാൻ ബിഗ് കൺഗ്രാജുലേഷൻ മുല്ലക്കോയ തങ്ങൾ, താങ്കളെ കണ്ടുകൊണ്ട് പറയുന്നതാണ്. ഏകദേശം എത്രയാണ് ഇന്നലെ 16,000 രൂപയാണ് ഇന്നലെ ഒറ്റ ദിവസം വരുമാനം വാങ്ങിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എത്രയോ നാളുകളായിട്ട് ഇത് നടക്കൂ സാറേ, ഒന്നും ശരിയാവുന്നില്ലല്ലോ സാറേ, അങ്ങനെ സാറേ ഇങ്ങനെ സാറേ എന്ന് പറഞ്ഞ മുല്ലക്കോയ തങ്ങൾക്ക് മാത്രം, അദ്ദേഹത്തിന്റെ ടീമിന്റെ ഒന്നും ഞാൻ കാര്യം പറയുന്നില്ല, ഒരു വരുമാനം കിട്ടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആണ്. സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ബയോട്ടോറിയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പോരാടാനുള്ള നിങ്ങളുടെ ആവേശമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ജനുവരി മുതൽ വാല്യൂ ആഡഡ് പാക്കേജിലൂടെ ബൂസ്റ്റർ പ്ലാനിലൂടെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഓൺ ദ സ്പോട്ടിൽ അടുത്ത 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം അക്കൗണ്ടിലേക്ക് കാശ് കൊടുക്കുന്ന കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വരുമാനം കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ലോകത്ത് നിലവിലുള്ള ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ, ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 13 PV ആണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 525 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. 13 രൂപയുടെ പ്രൊഡക്ട്സുകൾ. ഞാൻ പ്രൊഡക്ട്സിലേക്ക് ഒന്നും പോകുന്നില്ല, അതെല്ലാം PPT എടുത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. വാട്സപ്പിൽ വെറുതെ റീൽസ് കാണുന്ന സമയത്ത് അത് കാണണ്ടല്ല, അത് കണ്ടോ, അതിന് കുറച്ച് സമയം ചെലവാക്കും. നമ്മളെ ഈ പ്ലാനുകളും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളുടെ PPT എടുത്ത് നിങ്ങൾ അത് ഒന്ന് മറച്ചു നോക്കണം, ഓരോരോ പ്രൊഡക്റ്റുകൾ. മനസ്സിലായ? വെറും 12,000 രൂപക്ക് 50 PVയുടെ പ്രൊഡക്റ്റ് നമ്മൾ 12,600 ആണ് തോന്നുന്നത്. 12,600 50 PVയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. 25 PV ആണെങ്കിൽ നമുക്കറിയാം 4,800 രൂപയുടെ പ്രൊഡക്റ്റുകൾ ഉണ്ട് നമുക്ക്. അപ്പൊ 13 PV നമ്മൾ ഡയറക്റ്റ് കൊടുത്താൽ നമുക്ക് 525 രൂപ കിട്ടും ബൂസ്റ്റർ പ്ലാനിലൂടെ. 50 PV ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കിട്ടും? 25 PV ആണെങ്കിൽ 1,010 രൂപ കിട്ടും. 13 PV ആണെങ്കിൽ 525 രൂപ കിട്ടും. 25 PVക്ക് 1,010 രൂപ കിട്ടും. 50 PVക്ക് 2,020 രൂപ കിട്ടും. 100 PVക്ക് എത്ര കിട്ടും? 4,040 രൂപ കിട്ടും. മനസ്സിലായ? അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നമ്മുടെ സെമി ഡീലക്സ് മുതലുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. സെമി ഡീലക്സ് ആണെങ്കിൽ 23,000 രൂപയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. 23 സംതിങ് അങ്ങനെ വരുന്നു അല്ലെ. അപ്പൊ അത് 100 PV ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഏറ്റവും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഒരു കസ്റ്റമറെ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യുന്നത് വെച്ചാൽ
ഈ പറഞ്ഞ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ട് അവരെയും കൊണ്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് അവരുടെ ലിസ്റ്റുമായിട്ട് ഫീൽഡിൽ ഇറങ്ങിയിട്ട് നമ്മൾ ചെന്ന് സംസാരിച്ച് ഓക്കെ അവിടുന്ന് അത് ക്ലോസ് ചെയ്യണം. നമ്മൾ കഥ പറഞ്ഞിട്ട് വരരുത്. നമ്മൾ ഒരിക്കലും കഥ പറഞ്ഞു വരാൻ വേണ്ടിയല്ല പോകുന്നത്, നമ്മൾ ബിസിനസ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാ പോകുന്നത് എന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാകണം. പോകുമ്പോൾ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി വേണം പോകാൻ വേണ്ടിയിട്ട്. അത് പോകുന്നത് നമ്മളെക്കാൾ അറിവുള്ള കസ്റ്റമറുടെ അടുത്തേക്കാണ് ഒരുപക്ഷെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ കൊണ്ടുപോകുന്നെങ്കിൽ പോലും നമ്മളാണ് ഇതിന്റെ രാജകുമാരന്മാര്, നമ്മളാണ് ഇതിന്റെ അതോറിറ്റി, നമ്മളെക്കാൾ ആർക്കറിയാം ബയോട്ടോറിയത്തെ കുറിച്ച് എന്നുള്ള ചിന്തയോടുകൂടി വേണം നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അങ്ങനെ പോയി കഴിയുമ്പോൾ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ ഡെമോ കാണിച്ചു കൊടുത്ത് ഇതിന്റെ റിസൾട്ടുകളെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിന്റെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവിടെ ഭാര്യയും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഇതിന്റെ അവസരത്തെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതിലൂടെ കിട്ടുന്ന വരുമാനത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ വരുമാനം ഇപ്പൊ എത്രയുണ്ട് ഈ ഫാമിലിയുടെ? അച്ഛനെ ജോലി ചെയ്താൽ മാസം എത്ര രൂപ കിട്ടും? 15 രൂപ കിട്ടും അല്ലെ? ഭാര്യ ജോലിക്ക് പോകുന്നില്ല, മകന് എത്ര കിട്ടും? മകൻ 20,000 രൂപ കിട്ടും. 35,000 രൂപയാണ് ആ വീട്ടിന്റെ ആകെ വരുമാനം. വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ എക്സ്പെൻസിൽ ചെലവുകൾ, ഇതൊന്നും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന സംഭവങ്ങളല്ല. അപ്പോൾ അഡീഷണൽ ഇൻകം നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലായിട്ട് ഞങ്ങളുടെ കൂടെ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ വന്ന ആൾക്കും എനിക്കും മാസം ഇത്ര രൂപ വരുമാനം കിട്ടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സാധിച്ചാൽ അവർ നമ്മുടെ കൂടെ വരും. അങ്ങനെ അവിടുന്ന് ഇരുന്ന് അപ്പൊ തന്നെ എൻട്രിയുടെ കാശ് മേടിക്കാൻ നമ്മൾ തയ്യാറാണ്. പലരും കഥ പറഞ്ഞു പോവുകയാണ്, പൈസ മേടിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചിട്ട് പറയുന്നൊക്കെയാണ് പറയുക ആളുകൾ. അതൊന്നിനും അവസരം കൊടുക്കാതെ റെഡി ക്യാഷ് വാങ്ങിക്കൊണ്ട് നമുക്ക് അവിടുന്ന് പോകാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ക്യാഷ് വാങ്ങി വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ രീതിയിൽ 50 PV ആണെങ്കിൽ 2020 രൂപയും 100 PV ആണെങ്കിൽ 4040 രൂപയും കിട്ടും. അത് വന്നു കഴിഞ്ഞാൽ ആ പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കട്ട് ഓഫിൽ തന്നെ അദ്ദേഹത്തിന് വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ ID ക്രിയേറ്റ് ചെയ്തിരിക്കണം. 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് വരുമാനം. ഇന്നലെ കട്ട് ഓഫ് ആയിരുന്നു, ഇന്ന് വരുമാനം വരും എല്ലാവർക്കും. അപ്പൊ ആ അടുത്ത കട്ട് ഓഫിൽ അദ്ദേഹത്തിന് വരുമാനം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ വരുമാനം കിട്ടുന്നു, 2020 രൂപ കിട്ടുന്നു. നേരത്തെ കിട്ടില്ലായിരുന്നു. നേരത്തെ 150 PV കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ആളെ അടുത്ത ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അപ്പൊ വീണ്ടും 2020 കിട്ടുന്നു. അല്ല 100 PV ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 4040 പ്ലസ് 2020 ഇല്ലേ 6060 പ്ലസ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത വകയിലുള്ള 440 കൂടി 6500 രൂപ ഇല്ലേ. 2 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6500 രൂപ കിട്ടുമ്പോൾ തന്നെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ വേറെ ലെവലിലേക്ക് മാറും. അദ്ദേഹം പിന്നെ നിങ്ങളെ ഡെയിലി വിളിക്കാൻ തുടങ്ങും. എനിക്ക് 2 പേര് അവിടെ കാണാനുണ്ട്, ഇവിടെ കാണാനുണ്ട്. പിന്നെ നമുക്കറിയാം പിന്നെ ഫാമിലി ബോണസ് ആണ്. പിന്നീട് അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ 2 PV 100 PVയുടെ 2 സെയിൽ എടുപ്പിച്ചാൽ അദ്ദേഹത്തിന് എത്ര കിട്ടും? ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി 6500 വന്നു, ഒരു 50 PV കൊടുത്തു, ഒരു 100 PV കൊടുത്തു, 6500 കംപ്ലീറ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. പിന്നീട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ ചിന്തിക്കുന്ന ലെവലല്ല. ഇവിടെ ലീഡേഴ്സിനാണ് കോൺഫിഡൻസ് കുറയുന്നത് അല്ലേ? അത് വേറെ ലെവലായിരിക്കും അവരുടെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ലെവലിലേക്ക് നമുക്ക് ഒന്നും കൂടി ഇറങ്ങി ചെല്ലാൻ വേണ്ടി സാധിക്കുമെങ്കിൽ 100 PVയുടെ സെയിൽ അദ്ദേഹത്തിനെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാൻ സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് കിട്ടാൻ വേണ്ടി പോകുന്നത് എത്രയാണെന്നറിയോ? 14,900 ആലോചിച്ച് നോക്കണം. അവർക്ക് വെറും 2 പേരല്ലേ ഉള്ളത് അല്ലെ? ഇഷ്ടംപോലെ ആളുകളില്ലേ? വീണ്ടും 2 100 PVയുടെ ബിസിനസ് എടുത്തു കൊടുക്കുക. നിങ്ങൾ 100 PVയിൽ ക്ലോസ് ചെയ്യാൻ നോക്ക്. 100 PVയിൽ ക്ലോസ് ചെയ്താൽ 4040 പ്ലസ് 4040 8080 രൂപ കിട്ടും. പ്ലസ് 6800 രൂപ നമ്മുടെ ഫാമിലി ബോണസ് കിട്ടും അല്ലെ? അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോ 14,900 രൂപ. ഇതും കൂടി മേടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ എവറസ്റ്റോളം ഉയരും. എന്റെ പൊന്നു സുഹൃത്ത്, ഒരു സംശയം വേണ്ട. എവറസ്റ്റോളം അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ലെവൽ ഉയരും. അദ്ദേഹം സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ ചെയ്യാൻ വേണ്ടി ഓരോ ലീഡേഴ്സും തയ്യാറാകണം. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ ഇത്രയും കാര്യങ്ങൾ മിനിമം ചെയ്യിക്കണം. ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കണം. അദ്ദേഹത്തിന് വർക്ക് കൊടുക്കണം. നിങ്ങളെ മറ്റേ സൈഡിലുണ്ടോ എന്നല്ല നോക്കേണ്ടത്, അത് അവിടെ നിൽക്കട്ടെ. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ വെച്ചിട്ട് അമ്മയും അച്ഛനും അങ്ങോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ അല്ലെ വളർത്താൻ വേണ്ടി പരിപോഷിപ്പിക്കാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകൾ ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും അല്ലെ? അതുപോലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വന്നാൽ ഫസ്റ്റ് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? അതാണ് അപ്ലൈൻ ലീഡറിന്റെ പവർ എന്ന് പറയുന്നത്. അപ്ലൈൻ ലീഡറിന്റെ കഴിവെന്ന് പറയുന്നത് അതാണ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 6500 രൂപ. അത് കഴിഞ്ഞിട്ട് 2 സെയിലും കൂടെ അവരുടെ ലിസ്റ്റ് നിന്ന് എടുക്കണം. അവർക്ക് എത്രയോ പേരുണ്ടല്ലോ, അവരുടെ ലിസ്റ്റ് നിന്ന് 2 സെയിൽ 100 രൂപയുടെ സെയിൽ എടുത്തു കൊടുത്താൽ കിട്ടുന്നത് 15,000 രൂപ അല്ലെ? ഇപ്പൊ 15 മാറും 21,500 രൂപ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച
ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. അവരാണ് ലീഡറായിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഈ രീതി നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നാണ് എനിക്ക് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരാളെയും വിട്ടുകളയരുത്. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്കറിയാം അത് 7000 കമ്പനി നിലവിലില്ലായ്മ സുഹൃത്തുക്കളെ. ഈ 1000 വിന്നറിലും വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8800 പ്ലസ് 6800 5900 സംതിങ് ഉള്ള ഫാമിലി ബോണസും കൂടി ചേർത്തിട്ട് നമുക്ക് 15000 രൂപയാണ് ഒരു കട്ട് ഓഫിൽ കിട്ടുന്നത്. അത് പഴയ പ്ലാൻ, അത് നേരത്തെയുള്ള പ്ലാൻ ചെയ്ത് അതേപോലെ നമുക്ക് ചെയ്തു പോകാം. അല്ലെങ്കിൽ ഒരു ലീഡറെ സംബന്ധിച്ചിടത്തോളം ജീനിയസിലും വിന്നറിലും ബൂസ്റ്റർ പ്ലാൻ ആരാണോ ഡയറക്റ്റ് ബിസിനസ് എടുക്കുന്നത് അവർക്കാണ് ബൂസ്റ്റർ ഇൻകം കിട്ടുക. ലീഡറെ സംബന്ധിച്ചിടത്തോളം രണ്ട് സൈഡിലും ഈ കയറുന്ന PVക്ക് അനുസരിച്ചിട്ടുള്ള വോളിയം കയറുന്നതിനനുസരിച്ച് 15000 രൂപ ഒരു കട്ട് ഓഫിൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. 30000 രൂപ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കൂടുതൽ വരുമാനം ഡയറക്റ്റ് സെയിൽ എടുക്കുന്ന ആളുകൾക്കാണ്. ഡയറക്റ്റ് സെയിൽ എടുക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു 1 ലക്ഷം രൂപ 30 ദിവസം കൊണ്ട് വാങ്ങാം. അത് 1 lakh അച്ചീവേഴ്സിന് കൊടുത്തൊരു ഓഫറാണ്. അത് എല്ലാവർക്കും ഓപ്പൺ ടു ഓൾ ആയിട്ട് തരാൻ വേണ്ടി പോവാ. 30 ദിവസം കൊണ്ട് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങാം. അതായത് ഫെബ്രുവരി ഇന്ന് 10 മാർച്ച് 11 ഒരു മാസമാവും. മാർച്ച് 11 എല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക. ഒരു 1 lakh rupees നിങ്ങൾക്ക് നേടാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നാർ ട്രിപ്പാണ്. ഒരു ദിവസത്തെ ട്രെയിനിങ്ങും ഒരു ദിവസം അവിടെ താമസിച്ച 2 ദിവസത്തെ പ്രോഗ്രാമാണ്. 10 പൈസ മുടക്കില്ല കേട്ടാ. 1 ലക്ഷം രൂപ വരുമാനം. 1 ലക്ഷം രൂപ വരുമാനം നേടാൻ എത്ര സെയിൽ എടുത്താൽ മതി ഇല്ലേ? ഇപ്പൊ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. പുതുതായിട്ട് വന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയാണെങ്കിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. 2 സെയിലും കൂടി എടുക്കുമ്പോൾ എത്രയായി? 21500 രൂപയായി. യെസ്. അടുത്ത അങ്ങോട്ട് വീണ്ടും ഒരു 2 സെയിൽ എടുക്കുക 100 PVയുടെ. അപ്പൊ എത്രയായി? 36000 രൂപയായി അല്ലെ? വീണ്ടും അടുത്ത 2 സെയിൽ എടുക്കുക. അപ്പൊ എത്രയായി? 36 15 അല്ലെ? എത്രയായി? 36 46 5 51. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ലീഡേഴ്സിനാണെങ്കിൽ 12 സെയിൽ മതി. 12 സെയിൽ 100 PVയുടെ 12 സെയിൽ എടുത്താൽ 90000 രൂപ നമുക്ക് കിട്ടും. 12 സെയിൽ. നിങ്ങൾ വിചാരിച്ച് എത്രയോ സുഹൃത്തുക്കൾ, എത്രയോ പരിചയക്കാർ, എത്രയോ ഇനി സംസാരിക്കാൻ ബാക്കിയുള്ളവർ, എത്രയോ പേര് ഇനി ഫോളോ അപ്പ് ചെയ്യാൻ ബാക്കിയുണ്ട് നമുക്ക് ഇല്ലേ? 12 സെയിൽ 2 എണ്ണം വെക്കുമ്പോൾ 15000 രൂപ. മനസ്സിലായോ? ഇപ്പൊ 12 6 മാച്ചിങ് വരും. 6 × 15 90000 രൂപയായി ഇല്ലേ? പിന്നെ ഒരു 10000 രൂപ അവിടെ നിന്നൊക്കെ കിട്ടിക്കോളൂ. അപ്പോ 1 ലക്ഷം രൂപയായിരിക്കണം നിങ്ങളുടെ ഈ മാസത്തെ ടാർഗറ്റ്. സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും നടക്കും. മുല്ലക്കോയ തങ്ങൾക്ക് ഇന്നലെ തന്നെ 16000 വന്നിട്ടുണ്ട്. അതും കഴിച്ച് ബാക്കി 54000 വന്നാൽ മതി. മനസ്സിലായ? അപ്പോ ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാകണം. നമ്മളൊരു അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മൂന്നാറിലേക്കാണ്. നിങ്ങൾ അവിടെ എത്തിയാൽ മതി. അവിടെ ഒരു 2 ദിവസത്തെ പ്രോഗ്രാമാണ്. ഒരു രാത്രി സ്റ്റേ ചെയ്തുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ചീവർക്ക് മാത്രം. മാർച്ച് 11 സ്ക്രീൻഷോട്ട് ഇട്ട് തരണം. എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് ഇട്ട് തരണം എനിക്ക്. മനസ്സിലായ? അതില് 1 ലക്ഷം രൂപ 30 days ഇൻകം 1 ലക്ഷം രൂപ എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ പ്രവേശനം ഉണ്ടാവും. വേറെ ലെവലിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി പോവാം. ഓക്കെ, ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നത്. 12 സെയിൽ ബഗസാറെ 12 സെയിൽ. ബഗസാറൊക്കെ വിചാരിച്ച 24 സെയിൽ എടുക്കാൻ പറ്റുന്ന ആളാണ്. മനസ്സിലായ? 12 സെയിൽ എടുത്താൽ 90000 രൂപയായി 100 PVയുടെ. കറക്റ്റ് ആയിട്ട് അടിക്കാൻ പ്ലാൻ ചെയ്യാം. ക്ലിയർ അല്ലേ? സംശയമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയും നല്ലൊരു ഇൻകമാണ് നമ്മൾ ഇതിനോട് കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞാൻ പറയുന്നു ഇതൊന്നുമല്ല ഇൻകം. ഇതൊന്നുമല്ല ഇൻകം. ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസ് ആണ്. ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെയും ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് റീപർച്ചേസ് ഇൻകം ആണ്. നമ്മുടെ ടീമിനെ ബിൽഡ് ചെയ്ത് വരുമ്പോ അവരുടെ വീട്ടിലേക്കുള്ള പല പല ഉൽപ്പന്നങ്ങൾ, ഞാനിപ്പോ കാണിച്ച പോലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ കമ്പനി ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. ഗ്രോസറി ഐറ്റംസ് വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോവാ. ഗ്രോസറി ഐറ്റംസ് ഇല്ലേ? വീട്ടിലേക്ക് ആവശ്യമുള്ള പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ എണ്ണ, അതുപോലെ തന്നെ ബസ്മതി റൈസ് മുതൽ A to Z ഉൽപ്പന്നങ്ങൾ വരാൻ വേണ്ടി പോവാ. ഇതൊക്കെ വരാൻ വേണ്ടി പോവാ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളായില്ല സാറേ പറയുന്നെന്ന് കുറെ ആൾ ചോദിക്കുന്നുണ്ട്. ഇത് വരും. മനസ്സിലായ? ഇതെല്ലാം വരും. അന്ന് പറഞ്ഞപ്പോ വെറും 3-4 പ്രൊഡക്റ്റും കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഇന്ന് എത്ര ഉൽപ്പന്നങ്ങൾ വന്നു. അതൊക്കെ വരാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ കോർ മീറ്റിംഗിൽ സാർ കൃത്യമായിട്ട് അത് അനൗൺസ് ചെയ്തിട്ടുണ്ട്. A to Z ഉൽപ്പന്നങ്ങൾ, രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് മുതൽ സോപ്പ് മുതൽ ഷാമ്പു മുതൽ അവിടുന്ന് അങ്ങോട്ട് നമ്മളെ ടെക്സ്റ്റൈൽ ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽ, ചുരിദാർ മുതൽ ജീൻസ് മുതൽ ടീഷർട്ട് മുതൽ കുട്ടികളുടെ ഉടുപ്പ് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങൾ നമുക്ക് റീപർച്ചേസിലൂടെ നമ്മുടെ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന
രീതിയിലേക്ക് വരാൻ വേണ്ടി പോവാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് വന്നു കഴിയുമ്പോൾ ഗ്രോസറി വരുന്നു, അതുപോലെ തന്നെ ബ്യൂട്ടി കെയർ ഐറ്റംസ് വരുന്നു. അല്ലെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പണം മുടക്കുന്നത് സൗന്ദര്യത്തിന് വേണ്ടിയാണത്രേ. മനസ്സിലായ? സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയാണത്രേ. അതിന് പറ്റിയ പ്രൊഡക്ട്സുകൾ വരുന്നു, വെൽനസ് പ്രൊഡക്റ്റുകൾ വരുന്നു. വെൽനസ് പ്രൊഡക്റ്റുകളിൽ നിരവധി ഫുഡ് സപ്ലിമെന്റ്സുകൾ വരുന്നു. അങ്ങനെ ബെഡ്ഷീറ്റുകൾ വരുന്നു, നമ്മുടെ വാനിറ്റി ബാഗ് വരുന്നു, ട്രോളി ബാഗ് വരുന്നു, A to Z ഉൽപ്പന്നങ്ങൾ, പിൻ ടു പ്ലെയിൻ എന്നൊക്കെ നമ്മൾ പറയും പോലുള്ള നിരവധി ഉൽപ്പന്നങ്ങൾ റീപർച്ചേസിൽ സജ്ജമായിക്കൊണ്ടിരിക്കുക. ഇനി സാറിന്റെ ലക്ഷ്യം മുഴുവൻ റീപർച്ചേസിലേക്കാണ്. അപ്പോ നമ്മുടെ യഥാർത്ഥ വരുമാനം റീപർച്ചേസിലാണ്. ഇത്രയും നാൾ അത് ഉണ്ടായിരുന്നില്ല നമുക്ക്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഏപ്രിൽ മാസമാകുമ്പോഴേക്കും നിങ്ങൾ കണ്ടോളൂ, റീപർച്ചേസ് ഇൻകം ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക്, ഒരു കരിയറിലേക്ക് നമുക്ക് വരുമാനം കിട്ടുന്ന പോലെ. നമ്മളെ കുട്ടികളെയൊക്കെ പഠിച്ചു ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IAS, IPS, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, MBA കാരനാക്കുന്നത് എന്തിനാണ്? അവർക്ക് നല്ലൊരു വൈറ്റ് കോളർ ജോബ് കിട്ടിയാൽ വലിയൊരു ശമ്പളം എല്ലാ മാസവും കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അവരെ കിട്ടുന്ന ശമ്പളത്തിന്റെ എത്രയോ മടങ്ങ് വരുമാനം ഈ പ്രായമുള്ള നമുക്ക് നമ്മുടെ അക്കൗണ്ടിലൂടെ വാങ്ങി കാണിക്കാൻ വേണ്ടി സാധിക്കും. നമ്മളെ മക്കളും പേരക്കുട്ടികളും ഒരുപക്ഷെ ഈ പറയുന്ന റാങ്ക്, ഈ പറയുന്ന അവസ്ഥയിലുള്ള വലിയ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് മാസം കിട്ടുന്ന വരുമാനത്തെക്കാൾ എത്രയോ 10 മടങ്ങ് വരുമാനം നമ്മുടെ റീപർച്ചേസിലൂടെ നേടാൻ പറ്റുന്ന ലൈഫ് ലോങ് ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന റീപർച്ചേസ് ആണ് നമ്മുടെ കമ്പനി വിഭാവനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം നമുക്ക് 44,10,000 രൂപ റീപർച്ചേസിലൂടെ. ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ഇത് എവിടെ കിട്ടാനാണ് സാറേ എന്ന്. കിട്ടും അല്ലെ, കോടി അടിക്കാൻ പറ്റുമെന്ന് ഞാനന്ന് ചിന്തിച്ചതാണ് എന്റെ സുഹൃത്തുക്കളെ. കോടി, ഒരു വർഷം കൊണ്ട് 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ നടക്കുമെന്ന്. അങ്ങനെ ആ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോയപ്പോ 10 മാസം കൊണ്ട് 1 കോടി നേടാൻ പറ്റി. 4 വർഷം കഴിഞ്ഞപ്പോ ഏകദേശം 4 കോടി എടുക്കാൻ പോവാണ്. 3.5 കോടിയൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ 4 കോടി എടുക്കാൻ പോവാണ്. അതുകൊണ്ട് 44 ലക്ഷമൊക്കെ ഒരു ദിവസം കിട്ടുമെന്ന് വെച്ചാൽ കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ കിട്ടും. കിട്ടൂല എന്ന് വിശ്വസിച്ചാൽ കിട്ടാനും പോകുന്നില്ല. കിട്ടും. ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. ടീമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. ടീമിനെ സ്നേഹിച്ചുകൊണ്ട് അവരെ ആത്മാർത്ഥമായിട്ട് അവരുടെ കൂടെ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ടീമിനെ സ്നേഹിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ടീം ബിൽഡ് ചെയ്യണം. ടീം ബിൽഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുക, ഒരു ഫാമിലി ബോണസും മേടിച്ച് 21,000 രൂപ 21,500 രൂപ വാങ്ങിച്ചു കൊടുത്ത ആ ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും. ആ വ്യക്തിയല്ല നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് സുഹൃത്തുക്കളെ, ആ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യണം. ഞാൻ എല്ലാവരോടും പറയുന്നു, നിങ്ങൾക്ക് ഒരു 10 പേരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ജീനിയസിലേക്കും 10 പേരെ ഒരു ഡയറക്റ്റ് വിന്നർ സൈഡിലേക്കും നിങ്ങൾ സെലക്ട് ചെയ്യണം. എത്രയോ ആളുകളുണ്ട് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇല്ലേ, എത്രയോ ബന്ധുക്കളുണ്ട്, എത്രയോ പരിചയക്കാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള അവസരം കിട്ടുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന, വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധി ഹൃദയങ്ങൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവരെ കണ്ടുകൊണ്ട് അവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ 20 പേരൊന്നും അല്ല നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഒരു 20 പേരെ കൊണ്ടുവരണം, നിർബന്ധമായിട്ടും കൊണ്ടുവരണം. ഞാനിപ്പോ പണി തുടങ്ങി കഴിഞ്ഞു, മനസ്സിലായ? അപ്പൊ 10 പേരെ ജീനിയസിലും 10 പേരെ വിന്നേഴ്സിലും നിങ്ങൾ വെക്കാൻ നോക്കുക. ഷാജി റസാഖ് സാറൊക്കെ ഉണ്ട്, വിചാരിച്ച 20 അല്ല കിട്ടുള്ളൂ അല്ലെ. 20 പേരുടെ ഒരു ക്രൈറ്റീരിയ ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യാനാണ്. ഈ 20 പേര്, 10 പേര് ജീനിയസിലും 10 പേര് അപ്പുറത്തും വന്നു. ഈ 10 പേരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിക്കുക? 10 പേരെ എടുക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങളുടെ ജീനിയസിൽ വന്ന ആളുകളെ 10 പേരെ കൊണ്ട് 10 പേരെ എടുക്കുക. അപ്പൊ എത്ര പേരായി? അടുത്ത ലെവലിൽ 10 × 10 100 പേരുടെ ടീമായി. 100 പേര്, അവർ 10 പേരെ കൊണ്ട് 100 പേരായി. ഇനി അവരിനി 5 പേരെ കൊണ്ടുവന്നുള്ളൂ, 50 പേരാവും. കാരണം നമ്മുടെ ബൂസ്റ്റർ ബോണസ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളോട് എല്ലാവരും പറയില്ലേ, പഴയ പോലെ അല്ല ഇന്ന്. ബൂസ്റ്റർ ബോണസ് വാങ്ങാൻ വേണ്ടി എല്ലാവരും കൂടുതൽ ആളുകളുടെ, സത്യം സാറൊക്കെ ബൂസ്റ്റർ ബോണസിന്റെ ഉസ്താദായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത് അല്ലെ. പുതിയ ശൈലികളിലേക്ക് ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഈ 10 പേരെ കൊണ്ടുവന്ന 100 പേരായി. ഈ 100 പേര് 10 പേരെ കൊണ്ടുവന്ന 1000 പേരുടെ ടീം ആകാൻ 3 മാസം മതി, അല്ലെങ്കിൽ 6 മാസം ആയിക്കോട്ടെ സുഹൃത്തുക്കളെ. 6 മാസം എടുക്കും. നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്ലാനിങ്ങിലൂടെ ഇറങ്ങാൻ വേണ്ടി തയ്യാറാകണം. പ്ലാൻ ഇല്ലാതെ ഒന്നിലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല, മനസ്സിലെ. ആദ്യം വീട് പണിയാണെങ്കിൽ നല്ലൊരു പ്ലാൻ നമ്മുടെ മനസ്സിലുണ്ടാകുന്നു, ആർക്കിടെക്ട് അത് വരച്ചു തരുന്നു അല്ലെ, എന്നിട്ട് നമ്മൾ തിരുത്തലുകൾ വരുത്തുന്നു. ആ പ്ലാനാണ് നമ്മുടെ ആ സ്വപ്നത്തിലേക്കുള്ള സ്വപ്ന ഭവനം നമുക്ക് സൃഷ്ടിച്ചു തരുന്നത് അല്ലെ.
അതുപോലെ തന്നെ നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം. നിങ്ങൾ ഇന്ന് തീരുമാനിക്കണം, ഞാൻ 20 പേരെ ഈ ഫെബ്രുവരി 28 മുമ്പിൽ ജീനിയസിൽ 100, വിന്നറിൽ 100, ഞാൻ 10 പേരെ കൊണ്ടുവന്നിരിക്കും. ആ 10 പേരിലെ കൊണ്ട് 10 പേരെ കൊണ്ട് ഞാൻ 100 പേരെ 10 പേര് 1000 പേരായി 3 മാസം മതി. 6 മാസം എടുക്കും. നിങ്ങൾ 1000 പേരുടെ ഒരു ടീം നിങ്ങൾ ബിൽഡ് ചെയ്താൽ ഈ റീപർച്ചേസ് വരുമ്പോ ഒരു PVയുടെ ഉൽപ്പന്നം ഒരാൾ വാങ്ങുകയാണെങ്കിൽ, ഒരു PVയുടെ ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ കൂടി വന്ന 4500 രൂപയുടെ ഉൽപ്പന്നേ വേണ്ടുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ 6000 രൂപയുടെ ഉൽപ്പന്നേ വരുള്ളൂ. ഇതൊക്കെ വാങ്ങൂല. ബൂസ്റ്റ്, നമ്മുടെ ഈ പ്രോട്ടീൻ പൗഡർ, അൾട്രാബെറി, ഗ്രോസറി ഐറ്റംസ്, ടെക്സ്റ്റൈൽ ഐറ്റംസ്, ബ്യൂട്ടി കെയർ ഐറ്റംസ്, ഇതൊക്കെ വരുമ്പോ പല ഉൽപ്പന്നങ്ങളായിട്ട് ആളുകൾ വാങ്ങാൻ വേണ്ടി തുടങ്ങും. ഒരു PVയുടെ ഉൽപ്പന്നം ഒരു കസ്റ്റമർ വാങ്ങുകയാണെങ്കിൽ 1000 പേരുടെ ടീം നിങ്ങൾക്ക് ജീനിയസിലും വിന്നർ ഉണ്ടെങ്കിൽ 1000 PV ആയി. 1000 PV. ഒരു PVക്ക് നമുക്കറിയാം റീപർച്ചേസിൽ എത്രയാണ് വരുമാനം? 0.25 PVക്ക് 157 രൂപ 50 പൈസയാണ്. അപ്പൊ ഒരു PV എന്ന് പറഞ്ഞാൽ 630 രൂപയാണ്. അപ്പൊ 1000 PV എന്ന് പറഞ്ഞാൽ 630ന്റെ ശേഷം ഒരു 3 പൂജ്യം ചേർക്ക്. അപ്പൊ 6,30,000 രൂപ നിങ്ങൾക്ക് പ്രതിമാസം വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. പ്രതിമാസത്തെ കണക്കാണ് ഞാൻ പറയുന്നത്. ഓരോ മാസവും ചുരുങ്ങിയത് ഒരു PVയുടെ പർച്ചേസ് നടന്നാൽ 6,30,000 രൂപ കിട്ടും സുഹൃത്തുക്കളെ. ഇത് മനസ്സിലാക്കണം. ഇതാണ് ഇതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. ഇവര് 2 PVയുടെ പർച്ചേസ്, ഇത് റീറ്റെയിൽ ചെയ്യുന്നവരുണ്ടാവും, ഇല്ലേ? ഇത് വാങ്ങി വിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെല്ലാം കൂടി വരുമ്പോ ആവറേജ് 2 PVയുടെ സെയിൽ നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എത്രയായി മാറും? 6,30,000 എന്നുള്ളത് 12,60,000 ആയിട്ട് മാറും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഫോക്കസ് 1000 പേരുടെ ടീം, ജീനിയസിലും വിന്നറിലും 1000 പേരുടെ ടീമിനെ ക്രിയേറ്റ് ചെയ്തതാണ്. ഈ 1000 10,000 ആകാൻ പിന്നെ അധിക സമയം വേണ്ട, അല്ലെ? ഈ 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ് കൃത്യമായിട്ട് കൊടുത്താൽ 10,000 പേരുടെ ടീം ഉണ്ടെങ്കിൽ 63 ലക്ഷം രൂപ ഒരു മാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് മാറും. ചിന്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, കേട്ടോ? ഇതിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഗ്രോത്ത് അല്ല ഇത്. ഗ്രോത്തിൽ നമ്മൾ മാനസികമായിട്ട് ഒന്നുകൂടെ വളർന്നാൽ മതി. 1000 പേർക്ക് 1000 പേര് 10,000 പേരാകാൻ വേണ്ടി അധിക സമയം വേണ്ട. അതാണ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. 10,000 പേരുടെ ഒരു ടീം നിങ്ങൾക്ക് ജീനിയസിലും വിന്നർ ഉണ്ടെങ്കിൽ ഒരു മാസം ഒരു PV പർച്ചേസ് ചെയ്താൽ 63 ലക്ഷം രൂപ ഉണ്ടാവും. 2 PV പർച്ചേസ് ചെയ്താൽ എത്ര ഉണ്ടാവും? കണക്കൂട്ടിയിട്ട് പറ. 1,26 ലക്ഷം രൂപ ഉണ്ടാവും ഒരു മാസത്തെ റീപർച്ചേസ് ഇൻകം. 1,26 ലക്ഷം രൂപ ഒരു മാസത്തെ റീപർച്ചേസ് ഇൻകത്തിന്റെ കാര്യം ഞാൻ പറയണത്. 10,000 പേര് ടീം വന്നാൽ ഇതൊക്കെ സിമ്പിൾ അല്ലേ? ഒരു വാർഡിൽ തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഒരു ജില്ലയിൽ എത്ര ആളുകളുണ്ട്? ഇന്ത്യ മുഴുവൻ നമുക്ക് ബിസിനസ് ചെയ്യാം, ലോകം മുഴുവൻ ചെയ്യാം. ആ 10,000 1 ലക്ഷമായാലോ? 1 ലക്ഷമായാൽ ഒരു PV പർച്ചേസ് ചെയ്താൽ 63 ലക്ഷത്തിന് പകരം 6,30,00,000 രൂപ ഒരു മാസം കിട്ടും. 6,30,00,000 രൂപ. നമുക്കറിയാം നമ്മുടെ കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത് 160 കോടി രൂപയാണ്. ഒരു വർഷം കൊണ്ട് റീപർച്ചേസിലൂടെ മാത്രം നേടാൻ വേണ്ടി സാധിക്കുന്ന ഇൻകം 160 കോടി. ഇതൊക്കെ നടക്കുവോ? ഇതാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യം. ഞാനിതാ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു, 2030 ആകുമ്പോഴേക്കും ഇതൊക്കെ പുഷ്പം പോലെ നേടിയെടുക്കുന്ന നിരവധി ലീഡേഴ്സ് ഈ ബയട്ടോറിയത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവും, കേരളത്തിലുണ്ടാവും, നിങ്ങളിൽ പലരും ഉണ്ടാവും. എന്നെ ഈ ശ്രമിക്കുന്ന ഒരു സംശയ നിലയോടുകൂടി കേട്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഇതിന്റെ അച്ചീവേഴ്സ് ആയിട്ട് മാറും. ഒരു സംശയം വേണ്ട. അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്, അതിനുള്ള പ്ലാനിങ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനുള്ള ടീം ലീഡേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്. ഒരു സംശയം വേണ്ട. നിങ്ങൾ മാനസികമായി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ മതി. എനിക്ക് സാധിക്കും എന്നുള്ളത്. അത് റെഡിയാണോ എല്ലാവരും? സാധിക്കുമെന്ന് വിചാരിച്ചാൽ സാധിക്കും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ ഒന്നും സാധിക്കില്ല. സാധിക്കുവോ? ഷുവറായിട്ടും ഇന്നും നാളെയും കൊണ്ട് സാധിക്കും എന്നല്ല ഞാൻ പറയുന്നത്. 2030 ആകുമ്പോഴേക്കും ഈ 160 കോടി രൂപ ഓരോ വർഷവും വാങ്ങുന്ന നിരവധി അച്ചീവേഴ്സിനെ നമുക്ക് ബയട്ടോറിയത്തിലൂടെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള പ്ലാനും പദ്ധതികളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു രൂപരേഖയാണ് ഞാൻ ഈ സൂമിലൂടെ അവതരിപ്പിച്ചത്. ഒരു 10 പേരെ നിങ്ങൾ ജീനിയസിലും 10 പേരെ വിന്നറിൽ ഇന്ന് തന്നെ സാറേ, സതീശൻ, സത്യമാഷ, ഞാൻ ആളുകളെ കാണുന്നതുകൊണ്ട് അവരുടെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും കാണാത്തത് കൊണ്ട് ഞാൻ സ്ക്രോൾ ചെയ്യാൻ പറ്റി നോക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ലീഡേഴ്സും അതായിരിക്കണം നിങ്ങളുടെ വ്രതം എന്ന് പറയുന്നത്. ആ 10 പേരെ നമ്മൾ വിളിച്ചു കൂട്ടിയിട്ട് അവരിലൂടെ ഒരു 100 പേരിലേക്കോ 1000 പേരിലേക്ക് എത്താക്കാൻ വേണ്ടി 6 മാസം മതി. 6 മാസം അധികമാണ്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്താൽ നമുക്ക് 1,60,00,000 എന്ന് പറയുന്ന ആ
മാജിക്കൽ ഫിഗറിലേക്ക് 2-3 വർഷം കൊണ്ട് എത്താൻ പറ്റും. വേണ്ട 1000 പേരുണ്ടെങ്കിൽ മാസം ഒരു PV വർഷം 6,30,000 കിട്ടില്ല. എന്ത് ജോലിക്ക് ഒരു IAS കാരന്, IPS കാരന്, ഒരു അഡ്വക്കേറ്റിന്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്, ഒരു ഡോക്ടർക്ക് കിട്ടുന്നുണ്ടോ? ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ കുട്ടികളും പേരക്കുട്ടികളും ആ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു മാസത്തെ വരുമാനം എടുക്കുമോനെ അതിന്റെ ഒന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വരുമാനം എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരുന്നത്. ബയോടൂറിയത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾക്ക് വലിയ ഓഫറുകൾ വരും. അതാ 5 ഇട്ടാ 10 കൊടുക്കുന്ന കമ്പനികളുടെ ബഹളമാണ് ഇപ്പം, അല്ലെ? 1 ഇട്ടാ 3 എന്നാ പറയണ്. 1 ലക്ഷം ഇട്ടാ 3 ലക്ഷം, വെറുതെ വീട്ടിലിരുന്നാ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നവുമായി നടക്കുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ ഒന്നും കൂടെ പോകാതെ, മനസ്സ് മാറ്റാതെ, ഇല്ലേ, നമ്മുടെ ശ്രദ്ധയും പ്രവൃത്തിയും ആവേശവും മുഴുവൻ, നിങ്ങളുടെ ഊർജം മുഴുവൻ ബയോടൂറിയത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ വലിയൊരു വിപ്ലവം നമുക്ക് മാത്രമല്ല, നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് വന്ന നിരവധി കുടുംബങ്ങളിലേക്ക് നല്ലൊരു വരുമാനം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു വക്താക്കളായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിത ശൈലിയായെന്ന് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് ഏറ്റെടുക്കുക എന്റെ പൊന്നു സുഹൃത്തുക്കൾ. ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാകുക. ഡെയിലി പുതിയ ആളുകളെ കാണുക. സീമോർ പീപ്പിൾ. ഇതല്ലാണ്ട് വേറെ മാർഗമില്ല. 5 പേർക്ക് ഞാൻ പ്ലാൻ കൊടുത്ത് വീട്ടിൽ കയറി ഉറങ്ങുക എന്നുള്ളൊരു പ്രതിജ്ഞ നിങ്ങൾ എടുക്കണം ഇന്ന് മുതൽ. കാരണം പുതിയ പ്ലാന്റെ പവർ അത്രയുണ്ട്. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമുക്ക് ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചാൽ 160 കോടി രൂപ ഒരു വർഷം നേടാമെങ്കിൽ, വേണ്ട 10% 2 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ടീമിനെ ബിൽഡ് ചെയ്താൽ അതിന്റെ ഒരു 10% നമുക്ക് നേടാൻ പറ്റിയാൽ 16 കോടി രൂപ 2027 അവസാനിക്കും, അല്ലെങ്കിൽ 2028 ഒക്കെ ആകുമ്പോൾ നല്ല ടീമിന് 16 കോടി രൂപയെങ്കിലും നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും. ഇല്ലേ? 10% പണിയെടുക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ ബയോടൂറിയം ചെയ്യുന്നത്? വേണ്ട 5% ചെയ്യേണ്ട സുഹൃത്തുക്കൾ. 5% ചെയ്താൽ പോലും 8 കോടി രൂപ റീപർച്ചേസിലൂടെ ഒരു വർഷം നേടാൻ പറ്റും. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യൂ. എത്ര പേര് ടീം നിങ്ങൾക്ക് ഉണ്ടെന്ന് നോക്കണം. ഇപ്പോ എത്ര ആക്റ്റീവ് ടീം ഉണ്ട് നോക്കണം. ചില ആൾക്ക് 10 പേരെ ഉണ്ടാവുള്ളൂ. വിഷമിക്കേണ്ട ആവശ്യമില്ല. കളി തുടങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ഇന്ന് മുതൽ ഉണർന്ന് പ്രവർത്തിക്കണം. ഇന്നാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഊണില്ലാതെ, ഉറക്കമില്ലാതെ, മനസ്സിലായ? നമ്മൾ ഊണ് വർക്കൊക്കെ കുറെ നാളായില്ല നടത്തുന്നത്. അതില്ലാതെ, വിശ്രമമില്ലാതെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നത് വരെ ഓടാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. ആവശ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുന്നവരെ, ഞാൻ ഈ പറഞ്ഞ 1000 പേരുടെ ടീം നിങ്ങൾ ബിൽഡ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാകരുത്. മനസ്സിലായ? 10% ഉണ്ടെങ്കിൽ 16 കോടി ഉണ്ടാവും. 5% പണിയെടുത്താൽ 8 കോടി ഉണ്ടാവും, അല്ലെ? 2.5% നിങ്ങൾ പണിയെടുത്താൽ 4 കോടി രൂപ ഒരു വർഷം. ആർക്ക് കിട്ടുന്നുണ്ട് ഇവിടെ? ഏത് ബിസിനസ്സുകാരന് കിട്ടുന്നുണ്ട്? 2.5% പണിയെടുത്താൽ 4 കോടി രൂപ കിട്ടും എന്റെ മനസ്സുകൾ. 1% പണിതാൽ 1% പണിതാൽ 1,60,00,000 രൂപയുണ്ടാവും. ഇതിന്റെ ഡെപ്ത് മനസ്സിലായോ? റീപർച്ചേസ് ആണ് ഇനി നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ഒരു കരിയർ പ്ലാൻ ആണ് ഇത്. കാലാകാലങ്ങളിൽ നമ്മുടെ തലമുറകളിലേക്ക് മാറിക്കൊടുക്കാൻ പറ്റുന്ന ഒരു കരിയർ പ്ലാൻ ആണിത്. ലൈഫ് ലോങ് ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്ന, നമ്മുടെ കാലശേഷം നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ഭാര്യക്കും കുട്ടികളിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന, കൈമാറി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന സൂപ്പർ ആയിട്ടുള്ള ഇൻകമാണ് റീപർച്ചേസ്. അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഇന്ന് വരുമാനമില്ല, നാളെ വരുമാനം ഇല്ല എന്നുള്ളതല്ല. ടീമിനെ ബിൽഡ് ചെയ്തു. ജീനിയസിലും വിന്നേഴ്സിലും 2 ഭാഗത്തും നല്ല ടീമിനെ ബിൽഡ് ചെയ്ത് അവർക്ക് ഇതിന്റെ സാധ്യതകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഈ സാധ്യതകൾ, ഞാൻ ഈ പറഞ്ഞ സാധ്യതകൾ നിങ്ങളുടെ ടീമിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞൊരു ചുരുക്കം. ഒരു പുതിയ കസ്റ്റമർ വന്നാൽ അവരുടെ കൂടെ നിന്നിട്ട് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. വിത്തിൻ 1 വീക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 6,500 രൂപ. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു ഫാമിലി ബോണസ് അദ്ദേഹത്തിന്റെ ഡയറക്ടർ ഫോറിലൂടെ വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പൊ 15 ആറ് 21,500 രൂപയായി. വീണ്ടും ഒരു ഫാമിലി ബോണസും കൂടെ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ 15,000 രൂപ വീണ്ടും കിട്ടും. മനസ്സിലായില്ലേ? ആ രീതിയിലേക്ക് ഒരു 50,000 രൂപയെങ്കിലും ഒരു മാസം ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടറിന് വാങ്ങിക്കൊടുക്കാൻ ഓരോ ലീഡേഴ്സും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ റീപർച്ചേസ് ആണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ റീപർച്ചേസ് ആണ്. അങ്ങനെയുണ്ടെങ്കിൽ വലിയൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നിർത്താൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണുള്ളത്. ആ റീപർച്ചേസിന്റെ ഡെപ്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ആവേശം ചോരാതെ ഇന്ന് തന്നെ നിങ്ങൾ, ഞാനിപ്പോ നിങ്ങൾക്ക് 10 ഇല്ല, ആ ഒരു കാൽക്കുലേഷനിലേക്ക് വരൂ.
ഒരു സംശയവും വേണ്ട. വിജയിച്ച ആളുകളൊക്കെ ചരിത്രം അത് തന്നെയാണ്. ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരന്മാരായ ആരുമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. കഷ്ടപ്പാട്, യാതനയും വേദനയും അനുഭവിച്ച് തന്നെയാണ് ഇവിടെ കോടീശ്വരന്മാര് ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. നമ്മുടെ ബഹുമാനപ്പെട്ട യൂസുഫ് അലിയുടെ ചരിത്രം എപ്പോഴും ഞാൻ പറയാറുണ്ട്. അദ്ദേഹം ഇവിടുന്ന് ഊര് കയറിയിട്ട്, ബോംബെ പോയിട്ട് ഊര് കയറിയിട്ട്, കപ്പലിൽ പോകാനോ ഫ്ലൈറ്റിന് പോകാനോ കാശില്ലാത്തത് കൊണ്ടാണ് ഊരിന് പോകുന്നത്. അതിന് പൈസ കുറവാ അല്ലെ. അവിടെ പോയിട്ട് വെറും ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു കൂലിത്തൊഴിലാളിയായിട്ട് നിന്ന് പണിയെടുത്ത ആളാണ് നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ അഭിമാനമായ ലുലുവിന്റെ അല്ലെ ഉടമസ്ഥൻ, സ്നേഹത്തിന്റെ അല്ലെ പാത്രമായ നമ്മുടെ യൂസഫ് അലി സാർ. ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു അദ്ദേഹം? അത് ട്രഡീഷണൽ ബിസിനസ് ആണ്. ആ ട്രഡീഷണൽ ബിസിനസ് പോലെയും ലോകത്ത് നിരവധി രാജ്യങ്ങളിൽ തന്റെ ഷോപ്പിംഗ് മാളുകളിലൂടെ ലോകത്തിലെ ഏത് ഭരണാധികാരിയും കാണണമെങ്കിൽ ഇന്ന് ഒരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നേരിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന മലയാളത്തിന്റെ ഇല്ലേ അതുല്യ പ്രതിഭയ്ക്ക് ബിഗ് ബിഗ് കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ. അതൊക്കെ എന്താ വെയിലത്ത് മുളച്ചതാണ് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. ഓരോരുത്തരുടെയും ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കണം. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എല്ലാവരും സീറോയിൽ നിന്ന് വന്ന ആളുകളാണ് ഹീറോ ആയിട്ടുള്ളവര്. ഒരു സംശയവും വേണ്ട. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇല്ലേ. എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് സീറോയിൽ നിന്ന് വന്ന ആളുകളുടെ ഇല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ അലുമിനിയം പാത്രം വിറ്റുകൊണ്ട് നടന്ന ആള് ഇല്ലേ, പേര് കേട്ടോ, മമ്മൂക്ക അല്ലെ, മമ്മൂട്ടി എന്താ വിളിക്കുന്ന വിളിനെ, മലപ്പുറംകാരൻ, അലുമിനിയം പാത്രവും കൊണ്ട് വിറ്റ് നടന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെതാണ് ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ എല്ലാ ടൗണുകളിലുള്ള നമ്മുടെ നട്സിന്റെ ഷോപ്പുകൾ, എന്റെ പേര് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി, എല്ലായിടത്തും മറ്റേ നട്സിന്റെ ഷോപ്പാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 300 കോടിയുടെ ആസ്തിയാണ് അദ്ദേഹത്തിന്. 300 കോടിയുടെ ആസ്തി. മുഹമ്മദ് കുഞ്ഞി എന്നാണ് പേര്, മലപ്പുറത്തുകാരനാണ് അദ്ദേഹം. പേര് ഓർമ്മയുണ്ടായിരിക്കും, അത് എണ്ണം ടൈപ്പ് ചെയ്ത് വിടുക. എല്ലാ സ്ഥലത്തും ഇപ്പൊ നട്സിന്റെ കടയാണ് അദ്ദേഹത്തിന്. എല്ലാ സ്ഥലങ്ങളിലും കാണാം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ. വെറും സാധാരണക്കാരൻ, വീട് വിറ്റിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക്, എന്താണ് അജ്ഫാൻ കട, അജ്ഫാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അദ്ദേഹത്തിന്റെ വീട് വിറ്റിട്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിച്ചിട്ട് ബാക്കിയുള്ള പൈസയും കൊണ്ട് ഗൾഫിലേക്ക് പോയ ഒരു സാധാരണക്കാരൻ 3ാം ക്ലാസ് വിദ്യാഭ്യാസം അദ്ദേഹത്തിനുള്ളൂ എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെ നിന്ന് പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് പണം ഉണ്ടാക്കിയത്. അവിടെ പോയിട്ട് ആദ്യം തന്നെ അദ്ദേഹം ചെയ്തു വെച്ചാൽ അവിടെ എത്തി ലേബർ ക്യാമ്പിലേക്കാണ് പോയത്. ലേബർ ക്യാമ്പ് പോകുമ്പോ നാട്ടിലേക്ക് കത്തയക്കാൻ വേണ്ടിയിട്ട് സ്റ്റാമ്പിൽ എല്ലാവരും ജോലിയാണ്, 24 മണിക്കൂറും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ കത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാമ്പ് ഒട്ടിക്കാനില്ല, അതുകൊണ്ട് കത്ത് കിടക്കുക. നോക്കണം അദ്ദേഹത്തിന്റെ ബുദ്ധി. അദ്ദേഹം നേരെ അന്വേഷിച്ച് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് മുഹമ്മദ് കുട്ടി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് കുറെ സ്റ്റാമ്പ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് 10 രൂപയുടെ സ്റ്റാമ്പിന് 20 രൂപക്ക് വിൽക്കും. മനസ്സിലായ? അപ്പൊ എല്ലാവർക്കും സമയമില്ല ഈ സ്റ്റാമ്പ് മേടിക്കാൻ പോയി. അപ്പൊ 10 രൂപയുടെ സ്റ്റാമ്പ് 20 രൂപക്ക് വിറ്റു. എല്ലാവരും മേടിക്കുമല്ലോ അല്ലെ. അങ്ങനെ സ്റ്റാമ്പ് കച്ചവടം തുടങ്ങിയ ആളാണ് അദ്ദേഹം. അവിടുന്ന് അദ്ദേഹത്തിന്റെ വായിച്ചു നോക്കണം നിങ്ങൾ. അവിടുന്ന് മുതൽ അന്ന് മുതൽ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നിരവധി ബിസിനസ് ചെയ്തു. പലതും പൊട്ടിയിട്ടുണ്ട്, കോടക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെറും 3ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന്റെ മൂർച്ചയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വിദ്യാഭ്യാസത്തിനല്ല പ്രശ്നം, നമ്മുടെ ചിന്തകൾക്കാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് മാറ്റം ഉണ്ടാക്കേണ്ടത്. എനിക്ക് സാധിക്കുന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി ആരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടോ അവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് ഇല്ലേ. നമ്മളെ വിഴിഞ്ഞം കടപ്പുറത്തൂടെ ഓടിക്കളിച്ചുകൊണ്ടിരുന്ന പയ്യൻ ഇല്ലേ, വെറും ക്രിക്കറ്റ് അല്ലെ, ഒരു ബാറ്റും ഒരു ബോളും എടുത്തിട്ട് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന പയ്യന്റെ കഥയാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നല്ലേ കേരളത്തിൽ ഇല്ലേ. സഞ്ജു സാംസൺ ഇല്ലേ, നമുക്കറിയാം. വെറും ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായിട്ട് അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്ന പയ്യന്റെ ആസ്തി ഇന്ന് ഏകദേശം 55 കോടി രൂപയാണ്. 55 കോടിയാണ് ഇപ്പൊ ആസ്തി. അത്രേ വയസ്സായിട്ടുള്ളൂ, ചെറുപ്പക്കാരനാണ്. ആലോചിച്ച് നോക്കണം. ഇവർക്കൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റുമെങ്കിൽ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഡയറക്ട് സെല്ലിങ്ങിന്റെ പവർ എന്ന് പറഞ്ഞ ഇതൊന്നും അല്ല കേട്ടില്ലേ. ഡയറക്ട് സെല്ലിങ്ങിന്റെ ലെവൽ വേറെയാണ്. ഇവിടെ പറഞ്ഞില്ലേ 160 കോടി രൂപ നമുക്ക് ഒരു വർഷം നേടാൻ പറ്റുമെങ്കിൽ ഇല്ലേ, 5 വർഷം കൊണ്ട് എത്ര നേടാൻ പറ്റും ഇല്ലേ. കോടാനുകോടികൾ നേടാൻ വേണ്ടി സാധിക്കും. ഇവിടെ 1000 കോടിയും 10,000 കോടി 20,000 കോടി ഒന്നും ഡയറക്ട് സെല്ലിങ്ങിൽ ഒന്നുമല്ല. ഇവിടെ 1 കോടി നമ്മൾ ചിന്തിക്കേണ്ട. കാരണം അച്ചീവേഴ്സ് ആയിട്ടുള്ള ലോകത്ത് ഡയറക്ട് സെല്ലിങ്ങിലൂടെ വിജയിച്ചവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോടാനുകോടികൾ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നമ്മൾ എന്ന് തിരിച്ചറിയുക. അതുപോലെ തന്നെ നമ്മൾ എത്തിയിരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ്. ബയോട്ടോറിയം എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച പലരും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം മറുപടി നൽകിക്കൊണ്ട് കമ്പനിയുടെ പുതിയ ഓഫീസ് ഉടൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. പുതിയ ഓഫീസ്, ആ ഓഫീസ് പോയി ഈ ഓഫീസ്, ഓരോ ഓഫീസും പോയിട്ടില്ല. ഡൽഹി ഓഫീസ് ഇപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ദാദർ ഓഫീസ് ഇപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. മെറാ റോഡ് ഓഫീസിൽ നമുക്ക് ഇച്ചിരി അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കുറവാണ്. അവിടെ വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും അത്
ഇവിടെ നമ്മളെ പുതിയ പുതിയ പ്രൊഡക്ട്സുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ട്രക്കുകൾ വന്ന് അവിടെ സാധനങ്ങൾ ഇറക്കേണ്ടി വരും, കയറ്റേണ്ടി വരും. അപ്പൊ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നിൽക്കുന്ന ഓഫീസിനേക്കാൾ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് 7 നില ബിൽഡിംഗ് ആണ് കമ്പനി പർച്ചേസ് ചെയ്തിട്ട് അതിന്റെ ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതിന്റെ ഫോട്ടോ എല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോ. അല്ലേ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗ്രോത്ത് ആണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഭയട്ടൂരിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആവേശത്തോടു കൂടി കൂടുതൽ ആളിലേക്ക് എത്താനും നമ്മുടെ ഈ അവസരങ്ങളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഊർജവും ശക്തിയും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജയ്.